Today we will discuss a new module, carbohydrates. Carbohydrates are non-nitrogenous compounds composed of carbon, hydrogen and oxygen. From the word carbohydrates itself, it is clear that it contains the element carbon, hydrogen and one more element present there, that is oxygen. Carbohydrates doesn't contain any nitrogenous compounds or nitrogen containing compounds, so they are non-nitrogenous compounds. From the word carbohydrates, we can consider photosynthesis, the process of photosynthesis, because from the process of photosynthesis, carbohydrates are synthesized in nature. These carbohydrates are the energy source for both animals and plants in our nature. So, when we consider photosynthesis, what happens there? Carbon dioxide combines with water in presence of chlorophyll. Chlorophyll is a pigment, and in presence of sunlight, carbohydrates are synthesized along with the formation of oxygen. We knew that from photosynthesis, what all are the elements or what all are the components formed from the process of photosynthesis? They are oxygen as well as carbohydrate or starch. So, photosynthesis is a process in which we can synthesize carbohydrates naturally, and it happens in plants. And here you can see an equation for photosynthesis like this. Carbon dioxide combines with water in presence of chlorophyll and sunlight, gives carbohydrate plus oxygen, and this is the formula for carbohydrates, general formula for carbohydrates, where it contains the elements carbon, hydrogen and oxygen. Then moving to the next, we can define carbohydrates as polyhydroxyaldehydes or polyhydroxyketones, or we can define them as the compounds which yield these polyhydroxyaldehyde or polyhydroxyketones on hydrolysis. ഫോർ എക്സാമ്പിൾ, നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് അല്ലെങ്കിൽ പോളിഹൈഡ്രോക്സി കീറ്റോണിക് ഗ്രൂപ്പ്സ് ഉണ്ടാവണം. വാട്ട് യു മെൻ ബൈ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്? ഹൈഡ്രോക്സി എന്ന് പറയുമ്പോൾ തന്നെ OH ഗ്രൂപ്പാണ്. OH ഗ്രൂപ്പ് രണ്ടിൽ കൂടുതലുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? പോളിഹൈഡ്രോക്സി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരു കോമ്പൗണ്ടിൽ തന്നെ ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് OH ഗ്രൂപ്പ് പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനെയാണെന്ന് പറയുന്നത് പോളിഹൈഡ്രോക്സി കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ ആൽഡിഹൈഡ്സ്. ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? CHO, അല്ലെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? C+H. ഇതിനെയാണ് ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇതിനെ രണ്ടിനെ നമുക്ക് ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്ന് പറയാം. ഈ ആൽഡിഹൈഡ് ഗ്രൂപ്പ് പ്രസൻ്റ് ആയിരിക്കണം. അതുമല്ലെങ്കിൽ കീറ്റോണിക് ഗ്രൂപ്പ് പ്രസൻ്റ് ആയിരിക്കണം. കീറ്റോണിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? C+Oനെയാണ് എന്തെന്ന് പറയുന്നത്? കീറ്റോണിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിന് എന്തൊക്കെ വേണം? ഒന്നിലധികം ഹൈഡ്രോക്സി ഗ്രൂപ്പ്സും വേണം, അതായത് ഒന്നിലധികം OH ഗ്രൂപ്പ്സും വേണം. അതിൻ്റെ കൂടെ തന്നെ ഒന്നെങ്കിൽ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ടാകണം, അതല്ലെങ്കിൽ കീറ്റോൺ ഉണ്ടാകണം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇവിടെ ഈ ഒരു മോളിക്യൂൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാകും. ഇതിൻ്റെ അകത്ത് കാർബൺ ആറ്റംസ് എത്രയുണ്ടെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇതിൻ്റെ അകത്ത് ഇതൊരു കാർബൺ ആറ്റമാണ്. ഇവിടെ ഈ ഒരു ജോയിൻ്റ് കണ്ടില്ലേ? ഈ ഒരു ജോയിൻറ്റിൽ കാർബൺ ആറ്റമാണുള്ളത്. ഇതൊരു കാർബൺ ആറ്റമാണ്. ഇത് കാർബൺ ആറ്റം, ദെൻ ദിസ് ഈസ് എ കാർബൺ ആറ്റം, ആൻഡ് ഹിയർ ദിസ് ഈസ് വൺ മോർ കാർബൺ ആറ്റം. സോ ദർ ആർ 1, 2, 3, 4, 5, 6 കാർബൺ ആറ്റം ഉള്ളൊരു കോമ്പൗണ്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇത് നമ്മുടെ ഗ്ലൂക്കോസ് ആണ്. ഇതിൻ്റെ അകത്ത് 6 കാർബൺ ആറ്റംസ് ആണ് ഉള്ളത്. ഇതൊരു പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ ആണോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അതെങ്ങനെയാണ് നോക്കുന്നത്? ഇതിൻ്റെ അകത്ത് രണ്ടിൽ കൂടുതൽ OH ഗ്രൂപ്പ് ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ 1, 2, 3, 4, 5 OH ഗ്രൂപ്പ് ഉണ്ട്. അതായത് പോളിഹൈഡ്രോക്സി കോമ്പൗണ്ടാണ് ഇത്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ടോ എന്ന് നോക്കാം. ആൽഡിഹൈഡ് എന്ന് വെച്ചാൽ എന്താ? C+H. ഈ ഒരു ഗ്രൂപ്പ് പ്രസൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു എക്സാമ്പിളാണ് പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡിന് എക്സാമ്പിളാണ്. സോ ദി ഗ്ലൂക്കോസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ polyhydroxyaldehyde,
where it contains more than two groups of hydroxyl groups, as well as one aldehyde group, so that we can define glucose as a polyhydroxyaldehyde and also as a carbohydrate. Then നമുക്ക് പോളിഹൈഡ്രോക്സി കീറ്റോൺ നോക്കുകയാണെങ്കിൽ ഇവിടെ ഫ്രക്ടോസ് എന്ന് പറഞ്ഞൊരു മോളിക്യൂൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? ഇതിൻ്റെ അകത്ത് എത്ര കാർബൺ ആറ്റംസ് ഉണ്ടെന്ന് ആദ്യം നമുക്ക് നോക്കാം. 1 2 3 4 5 6. There are 6 carbon atoms present in this compound. And എത്ര OH ഗ്രൂപ്പ് ഉണ്ട്? 1 2 3 4 5 OH ഗ്രൂപ്പ് ഉണ്ട്. സോ ഇറ്റ് ഈസ് എ പോളിഹൈഡ്രോക്സി കോമ്പൗണ്ട്. അതിൻ്റെ കൂടെ എന്താണ്? ഇതിൻ്റെ അകത്ത് ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ടോ? ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ C+H. ഇതിനെയാണ് ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആ ഗ്രൂപ്പ് ഇതിൽ നോക്കുകയാണെങ്കിൽ ഫ്രക്ടോസിൽ നോക്കുകയാണെങ്കിൽ ഇല്ലല്ലോ. പകരം അവിടെ എന്താണുള്ളത്? C+O. ഈ ഒരു സെക്കൻഡ് പൊസിഷനിൽ C+O ഉണ്ട്. സോ ദാറ്റ് വി ക്യാൻ ഡിഫൈൻ ദിസ് കോമ്പൗണ്ട് ആസ് എ polyhydroxy ketone. So we can define carbohydrates as polyhydroxyaldehyde or polyhydroxy ketone, and the examples are glucose and fructose. ഇവിടെ നമ്മൾ ഈ സ്ട്രക്ചർ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് 6 കാർബൺ ആറ്റമാണുള്ളത്. 1 2 3. നമുക്കിവിടം വരെയുള്ളൊരു സ്ട്രക്ചർ നോക്കാം. അതിനെ നമുക്ക് ഡബിൾ ബോണ്ട് OH, ഇവിടെ എന്താണ്? OH, ഇവിടെ H, ഇവിടെ OH, ഇവിടെ H. ഇപ്പോൾ ഇത്രയും പോർഷനാണ് നമ്മളിവിടെ ഡ്രോ ചെയ്തേക്കുന്നത്. ഇവിടെ നമ്മൾ ഈ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ലൈൻ കണ്ടില്ലേ? ഇങ്ങനെ ഒരു ലൈൻ വെച്ചിട്ട് നമ്മൾ ഒരു കോമ്പൗണ്ടിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ അങ്ങനത്തെ സ്ട്രക്ചറിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫിഷർ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചു, ഹൊറിസോണ്ടൽ ലൈൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മളൊരു കോമ്പൗണ്ടിനെ വരയ്ക്കുകയാണെങ്കിൽ, ഒരു കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ എഴുതുകയാണെങ്കിൽ അങ്ങനെയുള്ള എഴുതുന്ന രീതി, അങ്ങനെ ആ മോളിക്കുലർ സ്ട്രക്ചർ എഴുതുന്ന രീതിയെയാണ് ഫിഷർ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫിഷർ പ്രൊജക്ഷൻ. ഇപ്പോൾ ഫിഷർ പ്രൊജക്ഷൻ രീതിയിലാണ് നമ്മളിവിടെ ഗ്ലൂക്കോസിനെ ഫ്രക്ടോസിനെ വരച്ചത്. അല്ലെങ്കിൽ അതെങ്ങനെയാണ്? ഈ ഒരു ജോയിൻ ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു ക്രോസിൻ്റെ ആ ജോയിൻ ചെയ്യുന്ന ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ കാർബൺ ആറ്റം ആയിരിക്കും പ്രസൻ്റ് ആയിരിക്കുന്നത്. സോ നമുക്ക് ഒരു ഫിഷർ പ്രൊജക്ഷൻ വരയ്ക്കണമെങ്കിൽ ഫോർ എക്സാമ്പിൾ CH2OH, CHOH, CH2OH. ഇതിൻ്റെ ഒരു ഫിഷർ പ്രൊജക്ഷൻ എനിക്ക് വരയ്ക്കണം. അങ്ങനെയാണെങ്കിൽ അതിനെ എങ്ങനെ വരയ്ക്കാൻ പറ്റും എന്ന് നോക്കാം നമുക്ക്. അതിനെ വരയ്ക്കാനായിട്ട് ആദ്യം എന്തെഴുതണം? നമുക്ക് ഒരു ലൈൻ വരയ്ക്കാം. ലൈൻ വരച്ചിട്ട് ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 3 കാർബൺ ആറ്റമാണ് ഉള്ളത്. അതിൻ്റെ അകത്ത് ഇതും എന്താണ്? ടെർമിനൽ കാർബൺ ആറ്റമാണ്. അതിനെ നമുക്ക് അങ്ങനെ തന്നെ നോട്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഇടയിൽ വരുന്ന കാർബൺ ആറ്റം ഉണ്ടല്ലോ, ഈ അറ്റത്തുള്ള 2 കാർബൺ ആറ്റം ഒഴിച്ച് അതിൻ്റെ ഇടയിൽ വരുന്ന കാർബൺ ആറ്റത്തിനെ എല്ലാം നമുക്ക് ലൈൻസ് ഇട്ടിട്ട് വേണം കാണിക്കാനായിട്ട്. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 1 കാർബൺ ആറ്റമാണുള്ളത്. അപ്പം നമ്മൾ ഒരൊറ്റ ലൈൻ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. അപ്പം ഈ ഒരൊറ്റ ലൈനിൻ്റെ ഈ സെൻറ്ററിലായിട്ട് ആരാണുള്ളത്? കാർബൺ ആറ്റമാണുള്ളത്. അതിനെ നമ്മൾ നോട്ട് ചെയ്യുന്നില്ല. സോ കാർബൺ ആറ്റം അവിടെയുണ്ട്, ഇറ്റ്സ് എവിഡൻറ്റ്. അത് കഴിഞ്ഞ് അതിൻ്റെ അകത്ത് ഏതൊക്കെ ഗ്രൂപ്പാണുള്ളത്? ഒരു ഹൈഡ്രജനും ഉണ്ട്, ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും ഉണ്ട്. അതിനെ നമുക്ക് ഹൈഡ്രജനും OH എന്നും പറഞ്ഞ ആ 2 ലൈനിൻ്റെ അറ്റത്തായിട്ട് ഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ബാക്കി നമുക്കുള്ളത് അതേപടി എഴുതി കൊടുക്കാം. ടെർമിനൽ കാർബൺസിൻ്റെ CH2OHും അതേപോലെ തന്നെ താഴത്തെ CH2OHും നമുക്ക് അതേപടി തന്നെ ഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. സോ ദിസ് ഈസ് ദ way of writing a Fisher projection for a molecule. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫിഷർ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഒരു കോമ്പൗണ്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇങ്ങനത്തെ കാർബോഹൈഡ്രേറ്റ്സ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇറ്റ് ഷുഡ് കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് 1 asymmetric carbon atom. വാട്ട് യു മീൻ ബൈ asymmetric carbon atom? നമ്മുടെ കയ്യിലൊരു മോളിക്യൂളുണ്ട്, ഒരു കാർബൺ കണ്ടെയ്നിങ് മോളിക്യൂളുണ്ട്. അതിന് ഞാൻ ഒരു എക്സാമ്പിളായിട്ട് CH4 എന്ന് പറയുന്ന മോളിക്യൂൾ എടുക്കുകയെന്ന് വെച്ചോ. CH4 മോളിക്യൂൾ മീഥെയ്ൻ ആണ്. അതായത് കാർബൺ ആറ്റത്തിൻ്റെ വാലൻസി എത്രയാണ്? 4. ഈ കാർബൺ ആറ്റത്തിൻ്റെ 4 വാലൻസിയും ഹൈഡ്രജൻ വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് CH4 എന്ന് പറയുന്ന മോളിക്യൂൾ കിട്ടും. ഈ മോളിക്യൂൾ നോക്കുവാണ്. ഈ മോളിക്യൂളിൻ്റെ പ്രത്യേകത എന്താണ്? ഈ കാർബൺ ആറ്റത്തിലേക്ക് ആരാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്?
ഒരു ഹൈഡ്രജൻ ആറ്റം, അടുത്ത ഹൈഡ്രജൻ ആറ്റം, ഹൈഡ്രജൻ, ഹൈഡ്രജൻ. 4 ഹൈഡ്രജനാണ് എവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? ഈ ഒരു കാർബൺ ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണ്? ഈ 4ഉം സെയിം ഗ്രൂപ്പ് അല്ലേ? 4 ഹൈഡ്രജൻ ആറ്റവും സിമിലർ ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ സെയിം ഗ്രൂപ്പാണ്. അപ്പം അങ്ങനെയുള്ളതിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റത്തില്ല? എസിമെട്രിക് കാർബൺ ആറ്റം എന്ന് പറയാൻ സാധിക്കില്ല. അതിന് പകരം നമ്മൾ ഒരു കാർബൺ ആറ്റം എടുത്തു, അതിലേക്ക് പല പല ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യാമെന്ന് വെച്ചോ. ഒരു OH ഗ്രൂപ്പ് കൊടുത്തു, ഒരു CH3 കൊടുത്തു, പിന്നെന്താ വേറൊരു ഗ്രൂപ്പ്, ഒരു ക്ലോറിൻ കൊടുത്തു, ഒരു ഫ്ലൂറിൻ കൊടുത്തു. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഈ കാർബണിൻ്റെ വാലൻസി 4 ആണ്. അതിലൊരു വാലൻസി OH അറ്റാച്ച് ചെയ്തു, ഒരിടത്ത് മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തു, ഒരെണ്ണം ക്ലോറിൻ അറ്റാച്ച് ചെയ്തു, ഒരെണ്ണം അറ്റാച്ച് ചെയ്തു. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? ആ കാർബൺ ആറ്റത്തിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന 4 ഗ്രൂപ്പും എന്താണ്? ഡിഫറെൻ്റ് ആണ്. ഫോർ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആർ അറ്റാച്ച്ഡ് ടു എ സിംഗിൾ കാർബൺ ആറ്റം. അങ്ങനെയുള്ള കാർബൺ ആറ്റത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? എസിമെട്രിക് കാർബൺ ആറ്റം എന്ന് പറയുന്നത്. സോ എസിമെട്രിക് കാർബൺ ആറ്റം ആർ ദോസ് കാർബൺ ആറ്റം ഇൻ വിച്ച് ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്. അങ്ങനെയുള്ളതിനെയാണ് എന്തെന്ന് പറയുന്നത്? എസിമെട്രിക് കാർബൺ ആറ്റം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സിൽ ഒരു അസിമെട്രിക് കാർബൺ ആറ്റം എങ്കിലും വേണം. അപ്പം നമ്മൾ ഈ ഒരു എക്സാമ്പിൾ തന്നെ നോക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഒരു എക്സിമെട്രിക് കാർബൺ ആറ്റമെങ്കിലും പ്രസൻ്റ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതിൽ ആദ്യം നമുക്ക് ഈ ഒരു കാർബൺ ആറ്റം കൺസിഡർ ചെയ്യുകയെന്ന് വെച്ചോ. ഈ ഒരു കാർബൺ ആറ്റം എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആകുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് C ഡബിൾ ബോണ്ട് O ഉണ്ട്, അതേപോലെ തന്നെ H ഉണ്ട്. അത് നമ്മുടെ ഒരു ഒറ്റ ഗ്രൂപ്പാണ്. നമുക്കതല്ലാതെ ഈ ഒരു കാർബൺ ആറ്റം കൺസിഡർ ചെയ്യാം. ഈ കാർബൺ ആറ്റം നോക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താണ്? ആ കാർബൺ ആറ്റത്തിന് ഞാൻ വരയ്ക്കാം. OH ഉണ്ട്, അതേപോലെ തന്നെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ എന്താ CHO ഉണ്ട്, ഇവിടെ ഒരു വലിയ ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഈ ഒരു കാർബൺ ആറ്റത്തിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? അത് ഒരെണ്ണം ഹൈഡ്രജൻ ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, ഒരെണ്ണം OH ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, ഒരെണ്ണം CHO ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, വേറെ എന്താ? വേറൊരു വലിയ ഗ്രൂപ്പ്, ഈ ഒരു ഗ്രൂപ്പാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതായത് ആ കാർബൺ ആറ്റത്തിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന 4 ഗ്രൂപ്പും എന്താണ്? ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആണ്. സോ അതിനെ നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റും? ഒരു അസിമെട്രിക് കാർബൺ ആറ്റമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ ദിസ് ഈസ് ആൻ അസിമെട്രിക് കാർബൺ ആറ്റം because it contains 4 different groups attached to it. അതുപോലെ തന്നെ നമുക്ക് ഫ്രക്ടോസിനും നോക്കാം. ഫ്രക്ടോസിൻ്റെ ഈ ഒരു കാർബൺ ആറ്റം നമ്മൾ കൺസിഡർ ചെയ്യുകയെന്ന് വെച്ചോ. ഈ ഒരു കാർബൺ ആറ്റം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ വരയ്ക്കാനായിട്ട് സാധിക്കും? COH, താഴെ CH2, OH, H, പിന്നെ മുകളിൽ ഒരു വലിയ ഗ്രൂപ്പുണ്ട്, അതിനെ നമ്മളിങ്ങനെ റെപ്രസെൻ്റ് ചെയ്തു. ഓക്കെ, ഇതിനെ നോക്കുകയാണെങ്കിൽ ഈ കാർബൺ ആറ്റത്തിൽ ഒരെണ്ണം ഹൈഡ്രജൻ ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, ഒരെണ്ണം OH ആണ്, ഒരെണ്ണം CH2OH ആണ്, വേറൊരെണ്ണം ഈ ഒരു വലിയ ഗ്രൂപ്പാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു കാർബൺ ആറ്റത്തിൻ്റെ പ്രത്യേകത എന്താണ്? 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയിരിക്കും അതിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതിനെ നമുക്കൊരു എസിമെട്രിക് കാർബൺ ആറ്റമായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അതിനെ നമ്മളൊരു സ്റ്റാർ ഇട്ടിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. സോ ഈ ഒരു കാർബൺ ആറ്റം എന്തായിരിക്കും? എസിമെട്രിക് കാർബൺ ആറ്റം ആയിരിക്കും. അതിൻ്റെ പ്രത്യേകത എന്താണ്? ആ കാർബൺ ആറ്റം 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സുമായിട്ടായിരിക്കും അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാർബോഹൈഡ്രേറ്റിനെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് ഇത് ഫോളോ ചെയ്യണം? ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു polyhydroxy aldehyde or polyhydroxy ketone ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി എ polyhydroxy aldehyde or polyhydroxy ketones. അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് എന്ത് വേണം? ഒരു അസിമെട്രിക് കാർബൺ ആറ്റമെങ്കിലും പ്രസൻ്റ് ആയിരിക്കണം. അങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെ മാത്രമേ നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് എന്ന കാറ്റഗറിയിലേക്ക് ഡിഫൈൻ ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ ഒരു സെൻറ്റൻസ് കണ്ടില്ലേ? കോമ്പൗണ്ട്സ് വിച്ച് yield this on hydrolysis. അതായത് ഈ കോമ്പൗണ്ട്, ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് എടുത്തിട്ട് നമ്മളതിനെ ഹൈഡ്രോലൈസിസ് നടത്തുവാണെങ്കിൽ അവിടെ എന്തുണ്ടാവണം? ഒരു പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് അല്ലെങ്കിൽ പോളിഹൈഡ്രോക്സി കീറ്റോൺ ഒരു പ്രൊഡക്റ്റായിട്ട് ഉണ്ടാകുവാണെങ്കിൽ അങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെ നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റും? കാർബോഹൈഡ്രേറ്റ് ആയിട്ട് പറയാൻ പറ്റും. അതായത്
ഒരു കോമ്പൗണ്ടിനെ എടുത്തു, അതിനെ നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്തു, വാട്ടറിൻ്റെ പ്രസൻസിൽ അതിനെ ക്ലീവ് ചെയ്തു അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്തു. അങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കണം? ഒരു പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡോ അല്ലെങ്കിൽ പോളിഹൈഡ്രോക്സി കീറ്റോണോ ആയിരിക്കണം. അങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെ നമുക്ക് കാർബോഹൈഡ്രേറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാം. Once again, carbohydrates are polyhydroxy aldehydes or polyhydroxy ketones or compounds which yield this on hydrolysis. It should contain at least one asymmetric carbon atom. So, those compounds which satisfies these two conditions are known as carbohydrates. And there are two examples for carbohydrates, that are glucose and fructose. You can see the structure of glucose and fructose here, and this is the Fischer projection formula for glucose, and this is the Fischer projection formula for fructose. And glucose is a polyhydroxy aldehyde and fructose is a polyhydroxy ketone. Then you can see an example here. ഇവിടെ ഗ്ലൂക്കോസ് ഓക്സിജൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുകയാണെന്ന് വെച്ചോ. ഓക്സിജൻ്റെ പ്രസൻസ് ട്രീറ്റ് ചെയ്യാമെന്ന് നേരത്ത് അതിൽ നിന്ന് ഉണ്ടാകുന്ന പ്രോഡക്റ്റ്സ് എന്തായിരിക്കും? കാർബൺ ഡയോക്സൈഡും വാട്ടറും അതേപോലെ തന്നെ എനർജിയാണ് ഫോം ചെയ്യുന്നത്. നമ്മൾ പ്ലാന്റ്സ് കൺസിഡർ ചെയ്യുകയാണ്. പ്ലാന്റ്സിൽ കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ ആനിമൽസിൽ കാർബോഹൈഡ്രേറ്റ്സ് എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? എനർജി സോഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഫോട്ടോസിന്തസിസ് കഴിഞ്ഞ് കാർബോഹൈഡ്രേറ്റ് പ്ലാന്റ്സിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കും. പ്ലാന്റ്സിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും ആ പ്ലാന്റ്സിന് പിന്നെ അതിൻ്റെ വർക്ക് മെറ്റബോളിസം ചെയ്യാനായിട്ടുള്ള എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് ബ്രേക്ക് ചെയ്തിട്ടാണ് കിട്ടുന്നത്. ആ കാർബോഹൈഡ്രേറ്റ്സ് എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഗ്ലൂക്കോസും ഓക്സിജനും തമ്മിൽ ഓക്സിഡേഷൻ നടന്നിട്ട് അതിൽ നിന്ന് എന്ത് ഫോം ചെയ്യും? കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യും, വാട്ടർ ഫോം ചെയ്യും. അതിൻ്റെ കൂടെ എന്താണ് ഫോം ചെയ്യുന്നത്? എനർജി ഫോം ചെയ്യും. ആ എനർജി കൊണ്ടാണ് നമ്മളുടെ പ്ലാന്റ്സിലായാലും ആനിമൽസിലായാലും മെറ്റബോളിസം ചെയ്യാനായിട്ടുള്ള ആ ഒരു എനർജി നമുക്ക് ഫോം ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുന്നത്.